Hi, hello. Welcome to yet another video of Garage 51. നമ്മുടെ ഷോപ്പിൽ GT Twin 650 വന്നിട്ടുണ്ട്. ഷോറൂം വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫിറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ ഇതിലൊരു മൊബൈൽ ഹോൾഡറും അതുപോലെ തന്നെ ഈ ഒരു ബാർ ആൻഡ് മിറേഴ്സാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോവാം. വണ്ടിക്ക് നമ്മൾ ബാർ ആൻഡ് മിറേഴ്സ് അറ്റാച്ച് ചെയ്യാണ്. സിൽവർ ഷെയ്ഡിലുള്ളൊരു ബാർ ആൻഡ് മിററാണ് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു മൊബൈൽ ഹോൾഡറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ആ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പുതിയ വണ്ടിയാണ്, ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ടുള്ളൂ. ക്രാഷ് ഗാർഡും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. റോയൽ എൻഫീൽഡിൻ്റെ ഒറിജിനൽ മിററാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള മിറർ അഴിക്കാൻ പോവാണ്. റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു നെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു മിററിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത്. പുതിയ വണ്ടിയാണ് കേട്ടോ. ഇതിൽ കമ്പനി സൈലൻസർ തന്നെയാണ് ഉള്ളത്. അതുപോലെ ക്രാഷ് ഗാർഡും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ ഷോപ്പിൽ ബജാജ് ഫിൻസർവ് അവൈലബിൾ ആണ്. അപ്പോൾ 5000 എബോ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബജാജ് വഴി പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഒരു മൊബൈൽ ഹോൾഡർ മിററിൻ്റെ ബോൾട്ടിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുതിയ മിറർ വെക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ പഴയ മിറർ അഴിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ബോൾട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മൊബൈൽ ഹോൾഡറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അത് 360 ഡിഗ്രി നമുക്ക് ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഡാമ്പർ വെയിറ്റ് വരുന്നതുകൊണ്ട് തന്നെ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ സൂപ്പർബാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വണ്ടിയിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ടൂറിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന മൊബൈൽ ഹോൾഡറാണ് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണിത്. ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എപ്പോഴുള്ള കംപ്ലൈൻറ്റാണ് ക്യാമറ വൈബ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതൊരു കംപ്ലൈൻറ്റ് ആവുന്നു എന്നുള്ളതൊക്കെ. അതിനൊക്കെ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു JB റേസിങ്ങിൻ്റെ ഡാമ്പർ വെയിറ്റ് വരുന്ന മൊബൈൽ ഹോൾഡർ. മെക്കാനിസം എന്ന് പറയുന്നത് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ലൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി ആംഗിളിൽ ഈ ഒരു മൊബൈൽ ഹോൾഡർ തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ 2 നെറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോണിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നതെന്നുള്ളൂ. ഇത് നമുക്ക് നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഉള്ള ഹാൻഡിൽ വെയിറ്റ് അഴിച്ചതിന് ശേഷം നമ്മളപ്പോൾ ലെഫ്റ്റ് മിററും കൂടി ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് റബ്ബർ ബുഷ് വെച്ചിട്ടാട്ടോ നമ്മൾ സൈസൊക്കെ കറക്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഓൾറെഡി വരുന്ന ബുഷ് ഇതിന് സൈസ് കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ബുഷൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മെറ്റൽ ഷെയ്ഡ്, ഒരു സിൽവർ ഷെയ്ഡുള്ള വണ്ടി തന്നെയാണ്. അപ്പം അതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു മിറർ തന്നെയാണ് ബാർ ആൻഡ് മിറേഴ്സായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. ഇത് കഴിഞ്ഞു കേട്ടോ. നമ്മൾ കസ്റ്റമറിനോട് പൊസിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ലാസ്റ്റ് ടൈപ്പ് ചെയ്യുള്ളൂ. ഇതാണ് കേട്ടോ ഈ വണ്ടിയുടെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ കസ്റ്റമർ ഇത്ര ഫിറ്റ് ചെയ്യുന്നുള്ളൂ. അവിടെ നമ്മളൊരു DB കില്ലർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ശബ്ദം കൂടുതലാണ് പറഞ്ഞിട്ട്, അത് കാരണം ഭയങ്കര നോയ്സ് ഉണ്ട്. ഞാനുമാണ് നമ്മുടെ Twin 650 കസ്റ്റമർ. അപ്പോൾ നമ്മൾ ബാർ ആൻഡ് മിറേഴ്സും അതുപോലെ തന്നെ ടൂറിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ഹോൾഡറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ആളോട് തന്നെ ചോദിക്കുക. ഫിറ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? നൈസാണ്. കാര്യങ്ങളൊക്കെ വിചാരിച്ച അടിപൊളിയുണ്ട്. ഞാൻ മൊബൈൽ ഹോൾഡർ മാത്രം വയ്ക്കാൻ വേണ്ടി വന്നാണ്. ഇവിടെ വന്നപ്പോൾ ആള് നിറവ് കാണിച്ചു തന്നു, അതിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നു. ഇഷ്ടപ്പെട്ടു. ഫിറ്റ് ചെയ്തപ്പോൾ വണ്ടി റെഗുലർ കസ്റ്റമർ ആണ് അല്ലേ? അതെ അതെ. മുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടി മോഡിഫൈ ചെയ്തൊക്കെ ഇവിടെ ഉണ്ടാണ്. അതെ. അപ്പോൾ അങ്ങനെ കുറേ ആയിട്ട് അറിയാം. വണ്ടി എടുത്ത് ഫ്രീ ആയപ്പോഴാണ് നേരെ ഇങ്ങോട്ട് വന്നു. ഒരു ഐറ്റിന് വന്നു, പക്ഷെ 2 മാറ്റി സംഭവം ഓക്കെ. GT എടുക്കാനുള്ള ഒരു ആഗ്രഹം എന്തായിരുന്നു? GT എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരു റൈഡ് പോയി. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാർ അതേമാതിരി കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി. ഓടിച്ചപ്പോൾ വണ്ടി അടിപൊളിയാണ്. പിന്നെ 650 cc ആണല്ലോ ഇറങ്ങുമല്ലോ, അതിൻ്റെതായ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ സിംഗിൾ യൂസിനൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ? അതെ, സിംഗിൾ തന്നെ കൂടുതലും കംഫർട്ടബിൾ. അപ്പോൾ താങ്ക് യു. ഇനി വരണം. ഓക്കെ, വരണം. ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് സമയം എടുത്തു കേട്ടോ ഈ ബാർ ആൻഡ് മിറേഴ്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ എന്നാലും അടിപൊളിയായിട്ട് തന്നെ നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിൽവർ ഷെയ്ഡിൽ വരുന്ന ഈ മിറേഴ്സ് അറ്റാച്ച് ചെയ്തപ്പോൾ വണ്ടിക്ക് തന്നെ വേറൊരു
ഫീലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു പ്രീമിയം മൊബൈൽ ഹോൾഡറും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി നമ്മുടെ ഷോപ്പിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പുതിയ വണ്ടികളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51.